ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിരുന്നോ? ഇന്ന് ഞാനൊരു വിഷമമുള്ള ഒരു കാര്യമാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡും കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കേണ്ടി വന്നു. അന്ന് വൈകിട്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് വയറിന് അസ്വസ്ഥത അനുഭവപ്പെടുകയും ശാരീരിക അസ്വസ്ഥതകളിൽ കൂടി രാത്രി കടന്നു പോവുകയും ചെയ്തു. രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും എല്ലാ ചെക്കപ്പും ചെയ്തു. അദ്ദേഹത്തിന് ഛർദിലും ഉണ്ടായിരുന്നു, വയറ്റിന്ന് പോക്കും ഉണ്ടായിരുന്നു. എന്തായാൽ തന്നെയും ഡോക്ടർ പറഞ്ഞു ഇത് ഫുഡ് എൻ്റെ പ്രോബ്ലമാണ്, എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. ഫുഡ് പോയ്സൺ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മരുന്നും വാങ്ങിച്ചു. ഹാഫ് ഡേ അവിടെ കിടന്നു. തിരിച്ച് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ മാറ്റമുണ്ടായി. പക്ഷേ ആ 2 ദിവസം എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പാടിൽ കൂടി കടന്നു വരുന്നു. കാര്യം വയറുവേദന, ഛർദിൽ ഇതൊക്കെ അനുഭവപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് 2 ദിവസം കഴിഞ്ഞു പോയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം പറയുന്നത്, ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫുഡ് നമ്മളുടെ ആരോഗ്യത്തെ മാനിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. ചിലപ്പോൾ നമുക്ക് പറ്റാതെ വരും. ചില ഫംഗ്ഷനുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മറ്റ് ഫുഡുകളെല്ലാം കഴിക്കേണ്ടി വരും. ശ്രദ്ധാപൂർവം കഴിച്ചിട്ട് പോലും എൻ്റെ ഹസ്ബൻഡിന് വയറ്റിന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഛർദിലൊക്കെ അനുഭവപ്പെടുകയും ചെയ്തു. കുടിക്കുന്ന വെള്ളം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം ഇപ്പോൾ വേനലാണ്. എല്ലാത്തരം ജ്യൂസുകളും വെള്ളങ്ങളും എല്ലാം എല്ലാ ഷോപ്പിലെയും എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ അവരെത്ര വൃത്തിയായിട്ടാണ് ആ വെള്ളം കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഫുഡ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ചോയ്സ് എടുക്കണം. അവിടുത്തെ ഫുഡ് ഭക്ഷ്യയോഗ്യമാണോ, അത് പഴകിയതാണോ, വെള്ളം നല്ലതാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിലുപയോഗിക്കുന്ന എണ്ണകളെക്കുറിച്ചൊന്ന് ചോദിക്കാം. അതിലുപയോഗിക്കുന്ന MSG ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫുഡ് എൻഹാൻസസ് ഉണ്ടോ എന്ന് ചോദിക്കണം. പെസ്റ്റിസൈഡ് ഒരുപാടുള്ളതാണ് നമ്മളെ ഫ്രൂട്ട്സുകളും വെജിറ്റബിളും. ഹോട്ടൽ ഫുഡുകളൊന്നും തന്നെ അവർ വൃത്തിയായിട്ട് കഴുകണമെന്നില്ല. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് പോലെ ആയിരിക്കില്ല ഹോട്ടലിലും സദ്യകളിലും ഒക്കെ വിളമ്പുന്ന ആഹാര സാധനങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. എത്ര ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണം തിരഞ്ഞെടുക്കുക. മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് മത്സ്യമാംസാദികൾ പെട്ടെന്ന് ചീത്തയാകും. അത് കറി വെച്ചാലും അത് ഫ്രഷായിട്ട് വെച്ചിരുന്നാലും തന്നെ ഐസിൻ്റെ മുകളിൽ വെച്ചിരുന്നാലും അത് ചീത്തയാകാൻ സാധ്യത കൂടുതലാണ് ഇന്നത്തെ വെതറിനെ വെച്ച്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുക. നിങ്ങളെ ആരോഗ്യത്തെ മാനിച്ച് തന്നെ തിരഞ്ഞെടുക്കണം. കഴിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിൽ തോന്നിയാൽ തീർച്ചയായിട്ടും അത് കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. നമുക്ക് സമയനഷ്ടം, ശാരീരിക നഷ്ടം, പൈസ നഷ്ടം, അതുപോലെ തന്നെ നമ്മൾ എന്തുമാത്രം സഫറും ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധാപൂർവം കൊണ്ടുപോവുക. അതുപോലെ നമ്മൾ ഇപ്പോൾ പലതരത്തിലുള്ള എണ്ണകൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും കുറഞ്ഞ എണ്ണ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കുറച്ച് ആയാലും അത് നല്ല എണ്ണ വാങ്ങുക. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പാചക രീതിക്കും ഏറ്റവും അനുയോജ്യമായ എണ്ണയെന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ ഒരു മരുന്നെന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. വിദേശ രാജ്യങ്ങളിലെ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ കഴിക്കാൻ ഡെയിലി. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള എണ്ണ ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കുറച്ച് മതി, നല്ലത് വാങ്ങുക. ക്വാണ്ടിറ്റി നോക്കരുത്, ക്വാളിറ്റി നോക്കുക. ഇപ്പോൾ നമുക്ക് വലിയ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് അരി ആട്ടിയത്. ദോശമാവ്, ഇഡ്ഡലി മാവ്, അപ്പത്തിൻ്റെ മാവ് മുതലായൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ അതിൽ ചേർക്കുന്ന വെള്ളം, അതിൽ ചേർക്കുന്ന അരി, ഉഴുന്നും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനത്തതാണെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവോ? സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ആട്ടിയെടുക്കുക ഈ ഒരു വെതറിൽ. അതുപോലെ തന്നെ അതിൽ ചേർക്കുന്ന വെള്ളം നമുക്കറിയില്ലല്ലോ ഏത് തരത്തിലുള്ള വെള്ളമാണ് അതിൽ ഉപയോഗിക്കുന്നതെന്ന്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ വയറ്റിന് സുഖം ഇല്ലാതായി, ഒരുപാട് അസുഖങ്ങൾ ആളുകൾക്ക് വരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള എല്ലാ ബേക്കറി സാധനങ്ങളും ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലേ? പല നിറത്തിലും
പല ഫ്ലേവറിലും പല സൈസിലും പല ഷേപ്പിലും നമ്മളെ കൗതുകം ഉണർത്തുന്ന പല ഷേപ്പും മണങ്ങളും ടേസ്റ്റുകളും എല്ലാം തന്നെ നമുക്ക് ബേക്കറികളിലും മറ്റുള്ള ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നുമല്ലേ? അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കളറുകൾ നമ്മളൊന്ന് ശ്രദ്ധാപൂർവം നോക്കണം, ഏത് തരത്തിലുള്ള കളറാണ് അവർ ഉപയോഗിക്കുന്നതെന്ന്. കാര്യം ഈ കളേഴ്സ് എല്ലാം തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പാനീയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലും കളർ ചേർത്തിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കളർ ഇടേണ്ട, കളറില്ലാതെ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ്. ഇതൊക്കെ വളരെ കൊടിയ വിഷമാണ് നമ്മളെ ആഹാര സാധനങ്ങളിൽ ചേർത്തിരിക്കുന്നത്. പ്രിസർവേറ്റീവ്സ്, കീടനാശിനികൾ എല്ലാം തന്നെ നമ്മളെ ആരോഗ്യത്തെ താറുമാറാക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്കും വയറ് അപ്സെറ്റ് ആവുകയും വയറ്റിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. കാര്യം അവരുടെ ദഹനേന്ദ്രിയത്തെ അത് ബാധിക്കുന്നു. അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ട്രെൻഡാണ്. ഇതിനു മുമ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിച്ചിരിക്കുന്നത്. ഒരു കറി ആയാലും ഒരു ചപ്പാത്തി ആയാലും ഒരു കറിയോടുകൂടിയേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കറി കൂട്ടി നമ്മൾ കഴിക്കാൻ പഠിക്കുക. കഴിയുന്നതും പുറത്തുള്ള ഫുഡ് ഈ കാലാവസ്ഥയിൽ കുറയ്ക്കുക. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർ നോക്കിത്തരില്ല. നമ്മൾ തന്നെ ശ്രദ്ധാപൂർവം അത് ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക. നമ്മൾ എന്തിനാണ് വില കൊടുത്ത് അസുഖം വാങ്ങുന്നത്? Take care and have a nice day and see you soon with another vlog. Till then, bye for now.